ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്കു വാങ്ങാൻ കഴിയില്ല എന്ന് തെളിയുന്നതാണ് ഈ വിധി എന്നാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പുതുതായി തെളിവ് ശേഖരിക്കണം എന്നും കരുതുന്നില്ല. കുഴൽനാടന്റെ കേസും തന്റെ കേസും രണ്ടാണ്. നടന്ന ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ല. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. നൽകാത്ത സേവനത്തിനാണ് ഇൻവോയ്സ്, GST തട്ടിപ്പും നടത്തി. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കേസെടുക്കാം. വീണ ഇടനിലക്കാരിയാണ് എന്നും പ്രതി പിണറായി ആണെന്നും ഷോൺ ജോർജ് പറയുന്നു. ഇനി ഒരു തരത്തിലും ED അന്വേഷണത്തെ തടയാൻ ആർക്കും കഴിയില്ലെന്നും വീണ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി നിയമപരമായ എല്ലാ നടപടികളെയും തടയാൻ ശ്രമിച്ചു. ഇനി അതിന് അവർക്ക് കഴിയില്ല. EDക്ക് ഇനി കൂടുതലായി അന്വേഷിക്കേണ്ടി വരില്ല. SFIO അന്വേഷണത്തിൽ തന്നെ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ആവശ്യം വരില്ല. കൂടുതൽ നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് കരുതുന്നതെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. വീണ ചെയ്ത തെറ്റെന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനവുമായി ഒരു ഇടപാട് നടത്തുന്നത് തെറ്റ്. അതിൽ കൃത്രിമത്വം കാണിക്കുന്നത് അതിലും വലിയ തെറ്റാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. വീണ പ്രതിസ്ഥാനത്തുണ്ട്. അക്കൗണ്ടിൽ പെടാത്ത 100 കോടിയിലധികം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം EDയുടെ അധികാര പരിധിക്ക് പുറത്താണെന്ന് വാദിച്ചുകൊണ്ട് സമർപ്പിച്ച അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് തള്ളണമെന്ന CMRL അഭിഭാഷകന്റെ ആവശ്യവും തള്ളി. കമ്പനി MD ശശിധരൻ കർത്തയും 5 ഉദ്യോഗസ്ഥരുമാണ് കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഏജൻസി അന്വേഷണം മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്ന് CMRL ഹർജിയിൽ പറയുന്നു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെ ഉള്ള CMRLന്റെ അപ്പീലിലെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. ഇനി ഹൈക്കോടതിയെ തടയാൻ ആരെങ്കിലും ഉണ്ടോ? കാരണം വീണ വിജയനെതിരെയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾക്കെതിരെയോ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ആരെന്ത് തരം നീക്കം നടത്തിയാലും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. കല്ലെറിയും, അത് ആക്രമിക്കാൻ വരുന്നവരെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാകും. അങ്ങനെ വിറപ്പിക്കും എന്ന് നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞത് കേട്ടുകൊണ്ട് ചാടി ഇറങ്ങി ED ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ അഴിയെണ്ണുന്നുണ്ട്. അതേ നിലയിൽ ഇപ്പോഴിതാ നിലപാടെടുത്തിരിക്കുന്നത് കോടതിയാണ്. കോടതിയെ കയറി വളയാൻ ആണോ ഇനി അടുത്ത തീരുമാനം, അല്ലെങ്കിൽ അതിനുള്ള പോക്കാണോ ഇനി ഇറങ്ങുന്നത് എന്നുള്ള സംശയമാണ്. കാരണം വേണമെങ്കിൽ അതും ചെയ്യും. കാരണം മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്നത് വ്യാജ പരാതിയാണെന്നും കെട്ടിച്ചമച്ച കഥകളാണെന്നും തകർക്കാനുള്ള ശ്രമം ആര് ചെയ്താലും അത് നടക്കില്ലെന്നുമുള്ള ഈ നീക്കങ്ങളൊക്കെയാണ്, അതിലൊക്കെ ഈ വലിയ ഡയലോഗിലൊക്കെയാണ് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ സഖാവിന് തൊടുന്നോടാ എന്ന മട്ടിലുള്ള ആക്രമണം നടന്നത്. ഇപ്പോൾ കോടതി പോലും ഈ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോടതിയെ തടയാൻ അല്ലെങ്കിൽ കോടതിയെ അടിക്കാൻ, കോടതിയെ പൂട്ടാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ, ആർക്കെങ്കിലും ധൈര്യമുണ്ടെന്നോ ചോദ്യവും ഉയരുകയാണ്. എന്തായാലും ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ജസ്റ്റിസ് KV ജയകുമാർ മാത്രമല്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതിലും CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലും അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ട് പോയിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുണ്ടെന്നും വളരെ വിപുലമായ മാനങ്ങളുമായി കേസാണ് ഇതെന്നുമാണ് ED കോടതിയിൽ വാദിച്ചത്. എന്നാൽ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് കേസിൽ ഇതുവരെ വെളിവായിട്ടില്ല എന്ന് CMRL കോടതിയിൽ ആവർത്തിച്ചു. SFIO സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായതിനാൽ അതിനെ നിലവിലൊരു കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നും അതിനാൽ PMLA പ്രകാരമുള്ള അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനിയുടെ പ്രധാന വാദം. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങൾ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് CMRLനെതിരായ നടപടി വെള്ളിയാഴ്ച വരെ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. CMRL നൽകിയ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വസതിയിൽ കൂടിയാലോചനകൾ ശക്തം. മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ ശേഷം മകൾ വീണ വിജയനൊപ്പം പിണറായി താമസിക്കുന്ന ഈ വീട്ടിൽ വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നിയമ വിദഗ്ധരും വിശ്വസ്തരായ ചില നേതാക്കളും എത്തിച്ചേർന്നതായാണ് വിവരം. ED നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സുപ്രീം കോടതിയെ എങ്ങനെ അതിവേഗം സമീപിക്കണം എന്നതിനെക്കുറിച്ചാണ്
സംബന്ധിച്ചാണ് ഇവിടെ അടിയന്തര ചർച്ചകൾ നടക്കുന്നത്. ഹൈക്കോടതി വിധി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM സംസ്ഥാന നേതൃത്വവും പലവിധ ചിന്തകളിലാണ്. ഇതുവരെ വ്യക്തിപരമായ ആക്ഷേപമാണെന്ന് പറഞ്ഞ് പാർട്ടി പ്രതിരോധിച്ച ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ശേഷം പൂർണ്ണമായ നിയമസാധുതയോടെ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് കൃത്യമായ മറുപടിയില്ല. വരാനിരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഈ വിഷയം കടുത്ത ആഭ്യന്തര ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് CMRLന്റെ ഹർജി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കമ്പനി നൽകിയ അപ്പീലിൽ വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ കോടതി തടഞ്ഞിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ED നടപടികളൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഈ സ്റ്റേ നിലനിന്നത്. എന്നാൽ വെള്ളിയാഴ്ച അന്തിമവിധി വന്നതോടുകൂടി സ്റ്റേ നീങ്ങുകയും EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. കേസിൽ വീണ വിജയൻ നേരിട്ട് കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ല എന്ന സാങ്കേതികത്വം ED മുൻപേ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. വീണ കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് ED വാദിച്ചു. ഇതോടെയാണ് വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിലും CMRLലെ ഉന്നതരെ ചോദ്യം ചെയ്യുന്നതിനും EDക്ക് മേൽക്കോടതിയുടെ പരോക്ഷമായ അനുമതി കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി വീണ വിജയന്റെ എക്സാലോജി കമ്പനി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുണ്ടെന്നാണ് ED കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക പ്രശ്നമല്ലെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള വലിയൊരു സാമ്പത്തിക ഇടപാടാണെന്നും ED വാദിക്കുന്നു. വിധി അനുകൂലമായതോടെ വരും ദിവസങ്ങളിൽ ഈ 2 കോടിയുടെ ഉറവിടം തേടി ED നീക്കങ്ങൾ ശക്തമാക്കും. അതേസമയം EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളൊന്നും നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നാണ് CMRL കോടതിയിൽ ആവർത്തിച്ചത്. കമ്പനിയുടെ ഈ സാങ്കേതിക വാദങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടുകൂടി പ്രതിരോധത്തിന്റെ എല്ലാ നിയമവഴികളും അടഞ്ഞ മട്ടാണ്. SFIO സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായതിനാൽ അതിനെ നിലവിലൊരു കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്പനിയുടെ മറ്റൊരു പ്രധാന വാദം. എന്നാൽ ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങൾ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ കോടതിക്ക് രഹസ്യരേഖയായി കൈമാറാൻ തയ്യാറാണെന്ന് ED വ്യക്തമാക്കിയതോടെ കളി പൂർണ്ണമായും കേന്ദ്ര ഏജൻസിയുടെ കൈകളിലായി. ഈ സാഹചര്യത്തിലാണ് CPMനുള്ളിൽ വരും ദിവസങ്ങളിൽ പുകയുന്ന ചിന്തകൾക്ക് വേഗത കൂടിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞെങ്കിലും പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. എന്നാൽ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ പാടെ തകർക്കുമെന്ന ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട്.